നമസ്കാരം, ഞാൻ പ്രീണ. നമ്മൾ ഇന്നലെ പാഷനെ കുറിച്ച് പറഞ്ഞു. പാഷനും റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതും അതിൻ്റെ കൂട്ടത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, സതുദ്ദേശം. അത് ഈ ബിസിനസ് തുടങ്ങുന്നതിന് ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. അത് ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. ദേരയിൽ നമ്മുടെ കാലിക്കറ്റ് നോട്ട്ബുക്കിൻ്റെ പുറകിൽ ഹോർലൻസിൽ ചായ വെക്കുന്ന കടയുണ്ട്. അവിടെ എന്തോ 3000 6000 ചായ വെക്കും അത്ര ഒരു ദിവസം. ഒരു ചായക്ക് 1 ദിർഹമാണ്. 6000 ദിർഹം വരുമാനം ഒരു ദിവസം. ചായക്ക് എന്താ ചിലവ്? കൂടി വന്നാൽ 20 ഫിൽസ് അല്ലെങ്കിൽ 30 ഫിൽസ്. എത്രയോ അയാളുടെ ലാഭം. അതുപോലത്തെ ഒരു കട തുടങ്ങാം. ഉദ്ദേശം ശരിയല്ല. അതായത് ഒരാൾക്ക് കച്ചവടം ഉണ്ട്, എന്താവാ അതേ സ്ട്രീറ്റിൽ അതേപോലത്തെ സ്ഥലത്ത് അതേപോലത്തെ ഒരു കച്ചവടമൊക്കെ തുടങ്ങിക്കളയാ. ഐ വോണ്ട് വർക്ക്. എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ മലയാള മനോരമ ഒരു പത്രം, കേരളത്തിലെ വേറൊരു പത്രം മനോരമേനെ പോലെ ആവാൻ നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? അങ്ങനെയാണ് പിന്നെ ഞാൻ വായനക്കാരനാണ്, നിങ്ങളും വായനക്കാരാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് മനോരമേനെ വാങ്ങിച്ചാൽ പോരെ. എന്തിനാ മനോരമേനെ പോലെ ആവാൻ നോക്കുന്നൊരു സാധനം നമ്മൾ വാങ്ങിക്കുന്നത്? വേണോ? വേണ്ട അല്ലേ? ഇതേ സംഭവം തന്നെയല്ലേ ആ ചായക്കട. അവിടുന്ന് തന്നെ ചായ കുടിച്ചാൽ പോരെ. അതിൻ്റെ 5 10 സ്റ്റെപ്പ് മുമ്പിലുള്ള, ഒരു സ്റ്റെപ്പ് മുമ്പിലുള്ള സംഭവം ചെയ്തിട്ട് കാര്യമില്ല. 5 10 സ്റ്റെപ്പ് മുമ്പിൽ ഉള്ള കസ്റ്റമർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്നത്, കസ്റ്റമർക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ഓഫർ ചെയ്യുന്നത്, കസ്റ്റമർക്ക് അങ്ങനെ ഒരു പ്രൈസ് പോയിന്റ് ഓഫർ ചെയ്യുന്നത്, അതായത് ഒരു ഡിഫറെൻറ്റ് ഡെമോഗ്രാഫി. ആ രീതിയിലൊരു സംഭവം തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ. അതുപോലൊരു സംഭവം അങ്ങനെ എത്രയോ പേര് കോപ്പി അടിച്ചിട്ട് പല സംഭവങ്ങളും തുടങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല മേജർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഷെഫുമാരിറങ്ങും, മാനേജർമാരിറങ്ങും, ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അവിടുത്തെ സാധനങ്ങൾ വെച്ചിട്ട് ഒരു സംഭവം തുടങ്ങും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ. അതായത് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് 10-30 ഷെഫുമാരെ ഒരു ഗ്രൂപ്പിൽ നിന്ന് 10-30 ആൾക്കാരെ കൊണ്ടുപോയിട്ട് പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങും. അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും എവിടെ എത്തൂല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോപ്പി അടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ പിന്നെ ഒറിജിനൽ സ്ഥലത്ത് തന്നെ ആൾക്കാർക്ക് പോയാൽ പോരെ. അപ്പോൾ ഉദ്ദേശശുദ്ധി ഉണ്ടാവണം ബിസിനസ്സിൽ. പാഷൻ നല്ല കാര്യം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബിസിനസ് ആക്യുമിൻ നിർബന്ധം, അതായത് ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ബോധം, ഉദ്ദേശശുദ്ധി നിർബന്ധം. ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടോ? ഇതെൻ്റെ ക്ലാസ്സാണല്ലോ, എനിക്ക് എൻ്റെ അഭിപ്രായമല്ലേ പറയാൻ പറ്റുള്ളൂ. ഉദ്ദേശശുദ്ധി കറക്റ്റായിരിക്കണം. വേറൊരാളുടെ മുമ്പിൽ എന്തെങ്കിലും തെളിയിക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുക. അതായത് അച്ഛൻ എന്നെ ഒരു വിലയില്ല, മൂപ്പര് കാണിച്ചു കൊടുക്കണം ഞാൻ ആരാന്ന്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ബിസിനസ് ചെയ്തിട്ട് ഭയങ്കര നല്ല നിലയിലെത്തി, എല്ലാവരും എന്നെയും അവനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്നെയും അവളെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു, അപ്പോൾ എനിക്കും സമൂഹത്തിന് മുമ്പിൽ തെളിയിക്കണം. അതൊന്നും ഒരു ശരിയായ ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമുക്ക് പാഷൻ ഉണ്ടെങ്കിൽ നല്ലത്. ബിസിനസ് ആക്യുമിൻ കളക്ട് ചെയ്യണം. മൂന്നാമത്തത് ഉദ്ദേശശുദ്ധി. അതായത് ബിസിനസ് ചെയ്തിട്ട് 3 ഗ്രൂപ്പ് ആൾക്കാരല്ലേ ബിസിനസ്സിലുണ്ടാവുക. ഇന്ന് നമ്മൾ ബിസിനസ് ചെയ്യാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യാൻ പോകുന്ന ആൾക്കാർ. 2 അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കസ്റ്റമേഴ്സ് ആയാലും നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നവർ ആയാലും അവർക്ക് നമ്മൾ പൈസയൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരുപാട് പേരുണ്ടല്ലോ, അവർ. മൂന്നാമത് നമ്മുടെ തൊഴിലാളികൾ. എല്ലാവരും വിൻ 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 സിറ്റുവേഷനിലായിരിക്കണം. തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമേഴ്സിനെ ചൂഷണം ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ശരിയാണ്, പണ്ട് കാൾ മാർക്സ് ദാസ് ക്യാപിറ്റലിൽ പറഞ്ഞിട്ടുണ്ട്, ചൂഷണം ചെയ്യുന്നിടത്താണ് ലാഭമെന്ന്. പക്ഷെ അതൊരു ന്യായമായ ലാഭമായിരിക്കണം. അതായത് എല്ലാവരെയും അങ്ങ് പറ്റിച്ച് കളയാം എന്നുള്ളൊരു സംഭവം പെട്ടെന്നങ്ങ് ഉണ്ടാക്കി കളയാം. അത് ഒരുപാട് കാലത്തേക്ക് വർക്കൗട്ട് ആവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ബജറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, 1 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി പറയാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള റെസ്റ്റോറൻറ്റാണ് ചെയ്യേണ്ടതെങ്കിൽ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. 1 കോടിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 ലക്ഷം കിട്ടും. അപ്പോൾ എല്ലാ ഫിഗേഴ്സും ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ. 50 ലക്ഷം ആണെങ്കിൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാമല്ലോ. 1 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റുള്ള റെസ്റ്റോറൻറ്റ്, ഒരു ആവറേജ് റെസ്റ്റോറൻറ്റ്, ഒരു റോഡ് സൈഡിൽ ഒരു 100 സീറ്റുള്ള റെസ്റ്റോറൻറ്റ്, ഒരു ട്രസ് വർക്കും കാര്യങ്ങളും എല്ലാം ആയിട്ട്, ഒരു വലിയ കിച്ചണൊക്കെ ആയിട്ട്, മൾട്ടി ക്യൂസീൻ റെസ്റ്റോറൻറ്റ്, വളരെ നല്ല നിലയിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ, എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് തുടങ്ങണമെങ്കിൽ 1 കോടി രൂപയൊക്കെയാണ് ഏകദേശം ആവുക. അതിൽ കൂടുതൽ ചിലവാക്കി തുടങ്ങിയവർ ഇഷ്ടം പോലെ ഉണ്ട്, അതിൽ കുറവ് ചിലവാക്കി തുടങ്ങിയവരും ഉണ്ട്. പക്ഷേ ഏകദേശം ഇതാണ് ആവുക. അപ്പോൾ 1 കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ബിസിനസ് അല്ലേ, പൈസ തിരിച്ച് കിട്ടണ്ടേ, വേണ്ടേ?
എത്ര കാലം കൊണ്ട് നമുക്ക് പൈസ തിരിച്ചു കിട്ടുന്നത്? നമ്മളൊരു 1000 ഡേ കണക്ക് പറയും, അതായത് ഏകദേശം 3 കൊല്ലം. ചില മാർക്കറ്റ് സിറ്റുവേഷനിൽ 3 കൊല്ലം കൊണ്ടൊന്നും കിട്ടില്ല. ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ അത്ര നല്ലതല്ല എന്ന് പറയുന്നവരുണ്ട്. സ്റ്റിൽ ഞാൻ പറയും 1000 ഡേ തന്നെ പിടിക്കണം. 1000 ഡേ എന്ന് പറഞ്ഞാൽ 3 കൊല്ലത്തോളം 36 മാസം. ഒരു ദിവസം 1 കോടി രൂപേനെ 1000 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത്രയും പൈസ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള റിട്ടേൺ ആയിട്ട് എടുക്കാൻ പറ്റണം. എന്നാലാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ന്യായീകരിക്കപ്പെടുക, ജസ്റ്റിഫൈ ചെയ്യപ്പെടുക, അല്ലേ? ഈ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള റിട്ടേൺ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ചിലവും കഴിച്ചിട്ടുള്ളതായിരിക്കണം. ഞാനാണ് റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതെങ്കിൽ എനിക്ക് അവിടെ നിന്നൊരു ശമ്പളം വേണ്ടേ? കാരണം എനിക്ക് ജീവിക്കണ്ടേ. ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള റിട്ടേൺ എടുത്തിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള റിട്ടേൺ ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്തതായാൽ പോലും എൻ്റെ സാലറിയുടെ പുറമെയാണ്. കാരണം എനിക്ക് ജീവിക്കാൻ ഒരു മാസം ഒരു 1,00,000 രൂപ വേണമെന്ന് വിചാരിക്കുക. അതാണ് എൻ്റെ സാലറി. അതും കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത്. നമ്മൾ ആലോചിച്ചാൽ 1 കോടി രൂപ ചിലവാക്കിയാൽ 36 മാസം ഉണ്ടെങ്കിൽ ഒരു മാസം ഏകദേശം എത്ര രൂപ കിട്ടണം? 3,00,000 രൂപ എടുത്ത് കിട്ടണം, അല്ലേ? വേണ്ടേ? 3,00,000 കിട്ടണം തന്നെ കൂട്ടാം. 3,00,000 രൂപ പ്രോഫിറ്റ്. ബാക്കി എന്തൊക്കെയാണ് നമുക്ക് ചിലവുകളുള്ളത്? അവിടെ ഏറ്റവും വലിയ ചിലവ് എന്തായിരിക്കും? ഇൻഗ്രീഡിയൻസ് പർച്ചേസ് ചെയ്യുന്ന കോസ്റ്റ്, ഫുഡ് കോസ്റ്റ്. ഈ ഫുഡ് കോസ്റ്റിനെ കുറിച്ചിട്ടാണ് അടുത്ത വീഡിയോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഫുഡ് കോസ്റ്റ് എന്ന് മാത്രമേ പറയുള്ളൂ. ഈ ഫുഡ് കോസ്റ്റ് ഒരു ആവറേജ് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു തെറ്റില്ലാത്ത ഈ 1 കോടി രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു 45-നും 50% ഇടയിൽ വരെ വരാം. ഞാൻ പറയുന്നത് മൾട്ടി ക്യൂസീൻ കേരള ഭക്ഷണമൊക്കെ കൊടുക്കുന്ന മൾട്ടി ക്യൂസീൻ റെസ്റ്റോറൻ്റാണ് കേട്ടോ, AC ഒക്കെ ഉള്ളത്. അപ്പോൾ 50% തന്നെ കൂട്ടും. നമ്മൾ കുറച്ച് വിലയൊക്കെ കുറച്ചിട്ട് കൊടുക്കുകയാണ്. നാട്ടുകാർക്കും കൂടെ ഗുണമുണ്ടാവട്ടെ, എല്ലാവർക്കും സന്തോഷമാവട്ടെ. നമ്മൾ 50% കൂട്ടുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ മൊത്തം വരവിൻ്റെ 50% ഇൻഗ്രീഡിയൻസ് മേടിക്കാൻ ചിലവായി. റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെക്കാൾ നല്ല സാധനങ്ങളാണ് സക്സസ്ഫുള്ളായിട്ടുള്ള കൊള്ളാവുന്ന റെസ്റ്റോറൻറ്റ്സ് ഉപയോഗിക്കുക. വീട്ടിൽ മിൽമയുടെ നെയ്യായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അമൂലിൻ്റെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. റെസ്റ്റോറൻറ്റിൽ RKGയുടെ നെയ്യാണ് ഉപയോഗിക്കുക. 30% വില കൂടുതലാണ് ഏകദേശം. വീട്ടിൽ നെയ്ച്ചോറ് വെക്കാൻ മേടിക്കുന്ന അരിയേക്കാളും വില കൂടിയ അഗർവാളോ മറ്റോ ആയിരിക്കും റെസ്റ്റോറൻറ്റിൽ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്നുണ്ടാവുക. വീട്ടിൽ നമ്മൾ ലഗോൺ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെന്ന് വരില്ല. പക്ഷേ റെസ്റ്റോറൻറ്റ് ചിലപ്പോൾ നമ്മൾ ലഗോൺ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. ഇപ്പോൾ ലഗോൺ ചിക്കന് ബ്രോയിലർ ചിക്കനേക്കാളും വില കുറവാണ്, പക്ഷേ ചിലപ്പോൾ ഇരട്ടിയൊക്കെ ആവാറുണ്ട്. നമ്മൾ മട്ടൻ്റെ കാര്യത്തിലായാലും ബീഫിൻ്റെ കാര്യത്തിലായാലും മീനിൻ്റെ കാര്യത്തിലായാലും ഒന്നും കോംപ്രമൈസ് ചെയ്യില്ല റെസ്റ്റോറൻറ്റിൽ. എന്നാൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മുടെ സൽപ്പേര്, റെപ്യൂട്ടേഷൻ, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ 50% ചിലവ് ഈ വക സാധനങ്ങൾ മേടിക്കുക, ഇൻഗ്രീഡിയൻസ് മേടിക്കാനും ഗ്യാസ് മേടിക്കാനും. കുക്കിംഗ് ഗ്യാസ് എക്സ്പെൻസീവാണ്, അതിനുവേണ്ടി ചിലവാകും. പാക്കിംഗ് മെറ്റീരിയൽ, ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഡെലിവറി ടേക്ക് അവേ ഒക്കെ ആയിട്ട് കൊണ്ടുപോകുമല്ലോ, അല്ലേ? നമ്മൾ മേടിക്കാറുണ്ടല്ലോ. അപ്പോൾ പാക്കിംഗ് മെറ്റീരിയലിനും ഇതിൻ്റെ കൂടെ കൂടും. 50% പോയി. ബാക്കി 50% ഉള്ളത്, അല്ലേ? അതിൻ്റെ 15% നമ്മൾ സ്റ്റാഫിന് വേണ്ടി ചിലവാക്കേണ്ടി വരും. അവരുടെ സാലറി, അവരുടെ യൂണിഫോം, അതുപോലുള്ള ചിലവ്. പിന്നൊരു 15% നമുക്ക് ബാക്കി എല്ലാത്തിനും കൂടി ചിലവാക്കാനുണ്ടാവുക. റെൻറ്റ് കൊടുക്കണ്ടേ? സ്റ്റാഫ് അക്കോമഡേഷൻ്റെ റെൻറ്റ്, റെസ്റ്റോറൻറ്റിൻ്റെ റെൻറ്റ് ഒക്കെ കൊടുക്കണം, അല്ലേ? പിന്നെ വണ്ടികളുടെ EMI ചിലപ്പോൾ കൊടുക്കാനുണ്ടാവും. നമുക്ക് ചിലപ്പോൾ 3-4 ഡെലിവറി ബോയ്സ് ഉണ്ടാവും, അതിൻ്റെ വണ്ടി, അല്ലെങ്കിൽ ഒരു ഒമ്നിയോ മറ്റോ ഉണ്ടാവും, സാധനങ്ങൾ മേടിക്കാൻ പോകാനുള്ള, ഡെലിവറി കൊടുക്കാൻ പോകാനുള്ള, അല്ലെങ്കിൽ കാറ്ററിങ്ങിന് പോകാനുള്ള, അതിൻ്റെ റെൻറ്റ് കൊടുക്കണം. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് വലുതായിരിക്കും. 1,00,000 രൂപയുടെ മേലെ ഉണ്ടാവും ഇലക്ട്രിസിറ്റി ബില്ല്. സ്റ്റാഫ് അക്കോമഡേഷനും ഉണ്ട്, നമ്മുടെ റെസ്റ്റോറൻറ്റിലെ AC അടക്കമുള്ള ചിലവുകളുണ്ട്. ഒരു 15% അങ്ങനെ പോകും. ബാക്കി ഒരു 20% ഉണ്ട്. അപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ 5% GST കൊടുക്കണം. ഏകദേശം ഒരു 15%-നും 20%-നും ഇടയിലായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ് ഉണ്ടാവുക. 15 കൂട്ടിക്കുക. അപ്പോൾ 3 ലക്ഷം രൂപയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ടാക്സ് കഴിഞ്ഞ് മാറ്റി വെക്കേണ്ടത്. ആഫ്റ്റർ ടാക്സ് ആയിരിക്കണ്ടേ?
അപ്പോൾ അതിൽ അക്കൗണ്ടിങ്ങിൽ ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് പല ടേംസും സംഭവങ്ങളുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇന്ത്യയിൽ കച്ചവടം ചെയ്യണമെങ്കിൽ ഇത് ടാക്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ എത്രയോ രൂപയുടെ 15% 3 ലക്ഷം രൂപ. ഒന്ന് കൂട്ടുക. 5 ലക്ഷം രൂപ കൂട്ടുന്നതാണ് സേഫ്. കാരണം നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന സാലറി ഇടി ഈ 3 ലക്ഷത്തിന് ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. 5 ലക്ഷം എന്ന് കൂട്ടിയാൽ എത്ര രൂപയുടെ 15% 5 ലക്ഷം രൂപ? ഏകദേശം 35 ലക്ഷം രൂപയുടെ അല്ലേ? അപ്പോൾ 35 ലക്ഷം രൂപ നമുക്ക് വരുമാനം വേണം ഒരു മാസം. എന്നാലാണ് നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപ നമ്മുടെ ചിലവിലേക്കുള്ളൊരു സാലറി പോലെ ഒരു 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റാൻ പറ്റുക. 35 ലക്ഷം രൂപയുടെ ബിസിനസ് വേണം നമുക്ക് ഒരു മാസം. ഒരു ദിവസത്തിലേ ഏകദേശം 1,20,000 രൂപയുടെ ബിസിനസ്സായി. 1,20,000 രൂപയുടെ ബിസിനസ് ചെയ്താലാണ് നമുക്ക് 3 ലക്ഷം രൂപ ഒരു മാസം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റിവെക്കാനും നമ്മളവിടെ റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികൾ, നമുക്ക് വേറെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വേറെ ബിസിനസ്സിൻ്റെ ഒക്കെ ഉണ്ടാവും. എന്നാലും റെസ്റ്റോറൻറ്റിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതിലേക്കുള്ളൊരു വരുമാനമായിട്ടൊരു 1 ലക്ഷം രൂപ സാലറി മാറ്റിവെക്കാൻ പറ്റും. മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ 3 പേര് കൂടിയിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 2 പേര് വല്ല ബിസിനസ് ചെയ്യുന്നവരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാനായിരിക്കും റെസ്റ്റോറൻറ്റിന് വേണ്ടി പണിയെടുക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് ആ സാലറി കിട്ടും, ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പൈസ മാറും. ഒരു പ്രോഫിറ്റ് വേണ്ടേ? പ്രോഫിറ്റ് ഇല്ലാതെ പറ്റുമോ? ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പൈസ കിട്ടുന്നത് പ്രോഫിറ്റ് അല്ലല്ലോ. റെസ്റ്റോറൻറ്റിന് വേണ്ടി പണിയെടുക്കുന്ന ആൾ മെനക്കെടുന്നത് പ്രോഫിറ്റിലേക്ക് കൂട്ടാൻ പറ്റുമോ? പറ്റൂല. കാരണം അയാളുടെ സാലറി അല്ലേ അത്. അയാൾ വേറെ എവിടെയും പോയി പണിയെടുത്താലും ഏകദേശം ആ പൈസ കിട്ടൂലേ. അപ്പോൾ ഇത് മതിയോ? 1,20,000 രൂപയുടെ കച്ചവടം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആവും, പണിയെടുക്കുന്നവർക്ക് പൈസയും കിട്ടും. സത്യത്തിലൊരു 60 ലക്ഷം രൂപയുടെ കച്ചവടം വേണ്ടേ? അതിൻ്റെ 15% 9 ലക്ഷം രൂപ. നമ്മൾ ടാക്സൊക്കെ കൊടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കുറച്ച് പൈസയും മാറ്റി വെച്ച് പണിയെടുക്കുന്ന ആൾക്ക്, അതായത് പണിയെടുക്കുന്ന പാർട്ട്ണർമാരാവാം, ശമ്പളവും കൊടുത്ത് ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് അപ്പോഴല്ലേ ഉണ്ടാവുക? 2-3 ലക്ഷം രൂപ. അപ്പോൾ 60 ലക്ഷം രൂപയുടെ കച്ചവടം വേണം അല്ലേ ഒരു മാസം? അപ്പോൾ ഒരു ദിവസത്തിൽ 2 ലക്ഷം രൂപ. അപ്പോൾ 2 ലക്ഷം രൂപയുടെ ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റിയാലാണ് നമുക്ക് 1 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ 5 കോടിയാണ് മുടക്കുന്നതെങ്കിൽ 2 × 5 10 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്യാൻ പറ്റണം അല്ലേ? നിങ്ങൾ 50 ലക്ഷമേ മുടക്കുന്നുള്ളൂ എങ്കിൽ ശരി, 1 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്താൽ മതി. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ അത്ര പൊട്ടന്മാരല്ലല്ലോ, അല്ലെങ്കിൽ പൊട്ടികളല്ലല്ലോ നിങ്ങൾ. നാളെ നമുക്ക് ഫുഡ് കോസ്റ്റിനെ കുറിച്ച് പറയാം. എന്നിട്ട് ഈ ഫുഡ് കോസ്റ്റും ഈ ബജറ്റിങ്ങും ഒരുമിച്ച് മറ്റന്നാൾ നമുക്ക് ഒന്നുകൂടെ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.